മക്കളെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ തോരനാണ് മത്തങ്ങയും ചെറുപയറും. മത്തങ്ങയും ചെറുപയറും എന്ന് പറയുമ്പോൾ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു തോരനുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിനോട് ഒരു മീനോ ഒരു ഒഴിച്ചെറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. പിന്നെ ഈ മത്തങ്ങ കഴിക്കാത്ത കുട്ടികൾ, കാരണം ഇതിനൊരു ചെറിയ ഊറ മധുരം ഉള്ളതുകൊണ്ട് ചില കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാവും. ഇതേ രീതിയിലൊരു പ്രത്യേക ചേരുവ കൂടെ ചേർത്താണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ നാണ്ട് ഇത് കൂട്ടി കഞ്ഞി കുടിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ നല്ല ഞാൻ നല്ല കഞ്ഞിയാണ് കുടിക്കുന്നത് കൂട്ടി ഇന്ന് ഉച്ചയ്ക്ക് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നല്ല 200 ഗ്രാം മത്തങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. കാരണം ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും, വെന്ത് അലുത്തും പോകും. അതുകൊണ്ട് ഇതേ നീളത്തിലാവുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ അതേ അളവിൽ തന്നെ 200 ഗ്രാം ചെറുപയറെല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർക്കുമ്പം ഇതിൻ്റെ പോഷകമൂല്യം വളരെ കൂടുതലായിരിക്കും. പ്രോട്ടീനും കാൽസ്യവും ഒക്കെ കൂടുതൽ കിട്ടും. അതുപോലെ വൈറ്റമിൻ സി, അയൺ എല്ലാം ഇതിലുണ്ടല്ലോ, എല്ലാ പോഷകങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഇത് കുതിർക്കുമ്പോൾ അതിൻ്റെ പോഷകമൂല്യം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിനി ഇത് കുക്കറിലിട്ട് ഒറ്റ വിസിലടിച്ച് ഇറക്കി ഇതിൻ്റെ ആവി കളഞ്ഞെടുക്കണം. ആവിയിൽ വേവാൻ വെച്ചാൽ ഇത് വെന്തലുത്ത് പോകും, വെന്തലിയ പാടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച്, അധികം വെള്ളം ഒഴിക്കണ്ട, ഇത് പെട്ടെന്ന് പോകുമല്ലോ. അപ്പോൾ ഒറ്റ വിസിൽ മാത്രമേ അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കൂട്ടി മിക്സ് ചെയ്ത് നമ്മൾ കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട്. വേവിക്കാൻ വെച്ചിട്ട് നമ്മൾ ഒറ്റ വിസിലടിക്കുമ്പോൾ നല്ലത് നമ്മൾ ഇറക്കി വെക്കണം. അപ്പോൾ ഒറ്റ വിസിലടിച്ച് ഇറക്കി വെച്ചിൻ്റെ ആവിയെല്ലാം ഞാൻ കളഞ്ഞ് ആവിയിലിരുന്നത് വെന്തലുത്ത് പോകും കേട്ടോ. രണ്ട് ഇതേ രീതിയിലേ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. ഇത് വെന്തലിഞ്ഞ് പോയത് ഈ കറിയുടെ പ്രത്യേകത ഇതാണ്. ഇങ്ങനെ കിടക്കാണ്ടോ വേവുകയും ചെയ്തു, എന്നാൽ ഉടഞ്ഞും പോയിട്ടില്ല. അപ്പം നമ്മളിത് ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ചേർക്കാൻ നമുക്ക് ചെറിയ ഉള്ളിയാണ് ഞാനിത് കടുക് താളിക്കാനായിട്ട് എടുത്തതാണ്. പക്ഷേ എങ്കിലും നമ്മൾ കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. സവാള ഉള്ളി ഇതിനകത്ത് ചേർക്കേ പാടില്ല, കാരണം അതിനും ഒരു ഉറ മധുരമാണല്ലോ. അപ്പോൾ ആ മധുരം ഈ മധുരമോടാകുമ്പോൾ ശരിയാവില്ല. അതുകൊണ്ട് ഒരു 10ഓളം ചെറിയ ഉള്ളി ഞാൻ ഇതേ രീതിയിൽ വട്ടം വട്ടം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിത് കടുക് താളിക്കാനാണ് ഇതിൻ്റെ ആവശ്യം. അതാണ് ഈ കറിയുടെ പ്രത്യേകതയും ഇത് തന്നെയാണ്. ആ മധുരം നമുക്ക് കൂടുതൽ അറിയാതിരിക്കാൻ ഇതേ രീതിയിൽ നമ്മൾ ചെറിയ ഉള്ളി ചേർക്കണം. പിന്നെ കടുക് താളിക്കാൻ വറ്റൽമുളക് നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലോ, അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില. നമ്മളിനിയും നമ്മുടെ മൺചട്ടി അടുപ്പയിൽ വെച്ചു, ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണേലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇട്ട് പൊട്ടിച്ചു. അപ്പോൾ തന്നെ നമ്മളിതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടങ്ങ് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ കടുക് താളിക്കുന്ന പോലെ തന്നെ ഇത് മൂത്ത് വരണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വറ്റൽമുളക് ഇടായിരുന്നത് ഇടാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഈ ഉള്ളി ഒന്ന് മൂത്തതിന് ശേഷമാണ് വറ്റൽമുളക് ഇട്ടത്, അല്ലെ വറ്റൽമുളക് മൂക്കില്ല. ആദ്യം അല്ലെങ്കിൽ ഇടണമായിരുന്നു. അപ്പോൾ വറ്റൽമുളക് ഇട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഉള്ളി മൂപ്പിച്ച് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൂട്ടി ഇളക്കി അതിനുശേഷം നമ്മൾ നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൂട്ടി ഇളക്കി. അപ്പോൾ നമ്മുടെ ഈ നമ്മൾ വറവിട്ട ആ വെളിച്ചെണ്ണയും എല്ലാം കൂട്ടി പറ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് കുരുമുളകാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതിൻ്റെ ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കുരുമുളക് ഇട്ട് കൂട്ടിപ്പരട്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൂട്ടിപ്പരട്ടിയതിന് ശേഷം നമ്മൾ ഇനിയും അടച്ച് വെച്ച് വേവിക്കുവാണ്. നമ്മളിതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കില്ല. നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് ആണിത് ആവിയിലും എണ്ണയ്ക്കകത്തും അടച്ചു വെക്കുമ്പം ഇതിനകത്ത് ആവി വരുമല്ലോ, ആ ആവിയും ഈ എണ്ണയുമാണ് അതാണ് ഈ ടേസ്റ്റിൻ്റെ പ്രത്യേകത. വെള്ളം ഒഴിക്കാനേ പാടില്ല. നമ്മൾ അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് പൊക്കി നോക്കണം കേട്ടോ. പിന്നെ ഇതിൽ ചേർക്കാൻ 3-4 പച്ചമുളക്, വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു തേങ്ങയുടെ അരമുറി തേങ്ങ. ഇതാണ് നമ്മൾ തോരനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിത് ചതച്ചാണ്, നമ്മൾ കല്ലേ വെച്ച് പണ്ട് ചതയ്ക്കുന്ന പോലെ ചതച്ച് വേണം നമ്മുടെ ഈ പച്ചമുളക് എടുക്കാൻ. അതാണ് ഈ ടേസ്റ്റിൻ്റെ പ്രത്യേകത. അരച്ച് നമ്മളിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ അത് കൊള്ളില്ല. അപ്പോൾ ഈ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഈ ഇടികല്ലിലിട്ട് ചതച്ചെടുക്കുകയാണ്. നമ്മുടെ വെളുത്തുള്ളി ഇങ്ങനെ ചതഞ്ഞ് നന്നായിട്ട് ചതഞ്ഞ് പോകും. പക്ഷെ നമ്മുടെ പച്ചമുളക് ഇതേ രീതിയിലേ ചതയാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് ഈ കറിയുടെ ആ ടേസ്റ്റിൻ്റെ ആ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇതും ചതച്ചെടുത്തു. പിന്നെ നമ്മൾ തേങ്ങ ഇതിൻ്റെ പാലൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചതച്ചെടുക്കണം. ക്രഷ് ചെയ്തെടുത്താൽ കൊള്ളില്ല. ഈ ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. നമുക്ക് അരകല്ലുണ്ടായിരുന്ന അങ്ങനെ അരകല്ലിൽ വെച്ച് ചതയ്ക്കാം. അപ്പോൾ ഇത് നമ്മളൊന്ന് ചതച്ചെടുത്ത് ഇത് നമ്മളിനി മഞ്ഞൾ ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ അങ്ങ് കളറായിപ്പോൾ. നമ്മുടെ മത്തങ്ങയും മഞ്ഞയാണല്ലോ. നമ്മൾ മത്തങ്ങയ്ക്കകത്ത് ഓൾറെഡി മഞ്ഞൾ ചേർത്തു. അപ്പോൾ എല്ലാ പച്ചക്കറിക്കകത്ത് നമ്മൾ ഇച്ചിരി മഞ്ഞൾ ചേർക്കണമല്ലോ കറികൾക്കകത്തൊക്കെ, കാരണം അതങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ മത്തങ്ങ ഇവിടെ 2-3 മിനിറ്റ് കഴിഞ്ഞ് 2 പ്രാവശ്യം ഞാൻ ഇളക്കിയൊക്കെ നോക്കി. കണ്ടില്ലേ, നമ്മുടെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നമ്മളൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കും. അടച്ചു വെച്ചിട്ട് പിന്നെ നമ്മൾ ഇത് തുറന്ന് നോക്കിയിട്ട്
നമ്മളുടെ ഈ ഒന്നുകൂടെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് നമ്മുടെ അരപ്പ് തേങ്ങാക്കൂട്ട് പച്ചമുളക് എല്ലാം കൂടി ഇതിൻ്റെ ഇടഭാഗത്തോട്ട് നമ്മൾ അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തുടഞ്ഞു പോകാൻ പാടില്ല. ഇനിയും വേവാനുണ്ട്, ഇച്ചിരി കൂടെ വേവണം, ഉടഞ്ഞിട്ടില്ല. പിന്നെ നമ്മളിതിൻ്റെ നടുക്കോട്ട് നമ്മുടെ ഈ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലയും എല്ലാം കൂടെ നടുക്ക് ഭാഗത്ത് ഇട്ട് നമ്മളിത് ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ ആദ്യം തന്നെ കൂട്ടി കുഴക്കരുത് കേട്ടോ, പച്ച ചവയ്ക്കും. ഇതിൻ്റെ പുറത്ത് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കേണ്ട പയറിനകത്ത് വെള്ളമുണ്ട് കേട്ടോ. ആ വെള്ളം ഇതിനകത്ത് കൂട്ടി ചേർന്ന് അങ്ങ് വേവും. അപ്പോൾ ഈ പയറും കൂടി ഇതിൻ്റെ പുറത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ തട്ടി പൊത്തി വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വീണ്ടും വേവിക്കും. അപ്പോൾ ഈ വെള്ളവും ഈ പയറും ഈ അരപ്പും എല്ലാം കൂട്ടി ചേർന്നങ്ങ് വേവും. അരപ്പ് വെന്തില്ലെങ്കിൽ പച്ച ചുവയ്ക്കും, കൊള്ളില്ല കേട്ടോ. അപ്പോൾ ഇതേ ഇതിൽ അടച്ച് വെച്ച് 2 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ കണ്ടില്ലേ തുറന്ന് നോക്കി ഇനി നമുക്ക് കൂട്ടിയിളക്കാം. അപ്പോൾ നമ്മുടെ അരപ്പും വെന്തു. അപ്പം നമ്മൾ ഇതേ രീതിയിൽ കുത്തി ഉടയ്ക്കാതെ സൈഡ് ചേർത്ത് വേണം സ്പൂണിട്ട് ഇളക്കി നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. അല്ലെ കുത്തി ഉടച്ചാലും നമ്മുടെ മത്തങ്ങ ഉടഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റും വ്യത്യാസം വരും. പിന്നെ കഴിക്കാനും നമുക്കൊരു സുഖം ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാം കൂട്ടി പുരട്ടി എല്ലാം മിക്സ് ചെയ്തെടുത്ത് നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വെക്കും. കാരണം ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഞാൻ ഉപ്പും നോക്കി കേട്ടോ, നല്ല ഉപ്പും ഒക്കെ ഉണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്. ആദ്യം ഉപ്പും ചേർക്കരുതല്ലോ നമ്മളിങ്ങനെയുള്ള തോരനൊന്നും. അപ്പോൾ അടച്ചു വെച്ചു, പിന്നെയും തുറന്ന് നോക്കി. കാരണം അടച്ചു വെക്കുന്ന ഒന്നുകൂടെ ഒന്ന് വേവാൻ വേണ്ടി കൂട്ടി യോജിക്കുക. അപ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ തോരൻ കണ്ടില്ലേ, ഇതേ രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മക്കളെ. ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കഞ്ഞി കഴിക്കാനും ചോറ് കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഞാനിത് എന്നിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റുകയാണ് കേട്ടോ. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഞാനിന്ന് കഞ്ഞിയാണ് ഇതിൻ്റെ കൂടെ കഴിച്ചത്. അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ചെയ്തു തുടങ്ങും. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. ഈ മത്തങ്ങ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ബീറ്റ കരോട്ടിൻ, ഈ മഞ്ഞ ഫ്രൂട്ടിനായാലും വെജിറ്റബിളിനായാലും ഇതിനകത്ത് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ മഞ്ഞ പച്ചക്കറി ആയാലും പിന്നെ ഫ്രൂട്ട്സ് ആയാലും എല്ലാം. അപ്പം ഞാൻ നമ്മുടെ കഞ്ഞി ഒഴിച്ചു, കഞ്ഞിയും കൂട്ടി ഞാനിത് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പാറു ഈ മത്തങ്ങ ഒന്നും കഴിക്കാത്തതാണ്, അവളും ഇത് കൂട്ടിയാണ് കഞ്ഞി കുടിച്ചത്. ഇപ്പം ഇന്ന് ഞങ്ങൾ കഞ്ഞിയായിരുന്നു രാവിലത്തെ ഭക്ഷണം കേട്ടോ. അപ്പോൾ നാണ്ടെ ആ മുളക് കൂടൊന്ന് ഞെരടി അതിനകത്തിട്ട് കഴിക്കാൻ എന്താ ടേസ്റ്റാണെന്നറിയോ മക്കളെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഹൈപ്പും ചെയ്യുക, ഓളെന്ന ഓപ്ഷനോട് കൊടുക്കുക. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും ഈ അമ്മയുടെ നന്ദി, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പം ശരി മക്കളെ.